प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ഹം ഏക് ഹേ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്നാണ് പാഠത്തിൻ്റെ പേര്. സ്വയം പ്രകാശ് എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ഈ യൂണിറ്റിൻ്റെ മുഖചിത്രത്തിൻ്റെ താഴെയായിട്ട് ഹിന്ദിയിലെ പ്രശസ്തനായ കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ 2 വരി കവിതയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. അഹാ വഹി ഉദാർ ഹേ പരോപകാർ ജോ കരേ, വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ മരേ. കവി ക്യാ കഹത്താ ഹേ? जो परोपकार करता है वही उदार है, जो मनुष्य के लिए मरता है वही മനുഷ്യ ഹേ. എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ പരോപകാരം ചെയ്യുന്നത് അവനാണ് ഉദാരമനസ്കൻ. ആരാണോ മനുഷ്യർക്ക് വേണ്ടി മരിക്കുന്നത് അവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഹം ഏക് ഹേ, നമ്മൾ ഒന്നാണ്. ഈ ഹെഡിങ്ങുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്ന 2 വരി കവിതകളാണ് നിങ്ങൾക്കായിട്ട് തുടക്കത്തിൽ തന്നെ തന്നിരിക്കുന്നത്. നമ്മുടെ ലേഖകൻ സ്വയം പ്രകാശ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. स्वयं प्रकाश हिंदी के कहानीकार के रूप में मशहूर है. उनका जन्म मध्य प्रदेश में हुआ. सूरज कब निकलेगा, आएंगे अच्छे दिन, बीच में विनय, ईंधन आदि उनकी प्रमुख रचनाएं हैं. वे रांगेय राघव पुरस्कार, पहल पुरस्कार आदि से सम्मानित है. जन्म 20 जनवरी 1947, मृत्यु 7 दिसंबर 2029. അദ്ദേഹം ജനിച്ചത് 1947 ജനുവരി 20 അന്തരിച്ചത് 2019 ഡിസംബർ 7. സ്വയം പ്രകാശ് ഹിന്ദി കഹാനികർക്ക് രൂപം മഷൂർ ഹേ. ഹിന്ദിയിലെ കഥാകാരൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഉൻക ജന്മ മധ്യപ്രദേശ് മേ ഹുവ. അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണ്. സൂരജ് കബ് നികലേഗ, ആയെങ്കെ അച്ഛേ ദിൻ ഫി, ബീച്ച് മേ വിനയ, ഇന്ധൻ ആദി ഉൻകി പ്രമുഖ രചനായം ഹെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളുടെ പേരാണ് സൂരജ് കബ് നികലേഗ, ആയെങ്കെ അച്ഛേ ദിൻ, ബീച്ച് മേ വിനയ, ഈന്ധൻ. വേ രാംഗേയ രാഘവ പുരസ്കാർ, പഹൽ പുരസ്കാർ ആദി സെ സമ്മാനിത് ഹെ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന 2 അവാർഡുകൾ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ പേരാണ് രാംഗേയ രാഘവ പുരസ്കാർ, പഹൽ പുരസ്കാർ മുതലായവ. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലേക്ക് വരാം. ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി. ഈ പാഠം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം ലാപ്പിയർ ആൻഡ് കോളിൻ എന്ന് പറയുന്ന 2 പേരെഴുതിയ ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്ന ഈ പാഠം. ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ. നമുക്ക് പാഠത്തിലേക്ക് വരാം. ജബ് അംഗ്രേസോं के अंतिम वायसराय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया और गांधी जी ने यह आमंत्रण स्वीकार भी कर लिया. जब अंग्रेज़ों के अंतिम वायसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. നമുക്കറിയാം, ഭാരതത്തിലെ അവസാനത്തെ വൈസ്രോയാണ് ലോർഡ് മൗണ്ട് ബാറ്റൻ അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ വൈസ്രോയി ആയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഭാരതത്തിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ ഭാരത് മേ കുച്ച് നഹീ കിയാ ജാ സക്ത. ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരതത്തിൽ യാതൊന്നും നടക്കില്ല. ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ, ബാത് കിയെ ബഗൈർ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാതെ, ബഗൈർ എന്ന വാക്കിനർത്ഥം കൂടാതെ എന്നാണ്. ഭാരത് മേ കുച്ച് നഹീ കിയാ ജാ സക്ത. തോ പരമ്പരാനുസാർ ഉന്നമനെ ഗാന്ധിജിക്കോ ചായ് പർ ബുലായ. അതുകൊണ്ട് തന്നെ പാരമ്പര്യം അനുസരിച്ച്, പരമ്പരാനുസാർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം അനുസരിച്ച്, അതായത് ഓരോ വൈസ്രോയിമാരും വരുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരെ ചായ സൽക്കാരത്തിന് വിളിക്കാറുണ്ട്. അതേ പാരമ്പര്യം അനുസരിച്ച് വൈസ്രോയി എന്ത് ചെയ്തു? ഗാന്ധിജിക്കോ ചായ് പർ ബുലായ, ഗാന്ധിജിയെ ഒരു ചായക്കായിട്ട് ക്ഷണിക്കുകയാണ്. അവർ ഗാന്ധിജീനെ ആമന്ത്രൺ സ്വീകാർ ഭി കർ ലിയ. ഗാന്ധിജി ഈ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ചോദ്യം: गांधी से बात किए बगैर भारत में कुछ नहीं किया जा सकता. മൗണ്ട് ബാറ്റൻ ने ऐसा क्यों सोचा होगा? ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരതത്തിൽ ഒന്നും നടക്കില്ല. മൗണ്ട് ബാറ്റൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്?
നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഭാരതത്തിലെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു ഗാന്ധിജി. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് മുൻപന്തിയിൽ നിന്നയാളാണ്. അത് എല്ലാ ബ്രിട്ടീഷുകാർക്കും അറിയാമായിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക്. അതുകൊണ്ടാണ് അവർ ഗാന്ധിജിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. गांधी जी चाय पियेंगे या दूध, वे शाकाहारी है या मांसाहारी, कुर्सी मेज़ पर बैठकर नाश्ता करेंगे या फर्श पर बैठकर, रसोई का ब्राह्मण होना ज़रूरी है या कोई भी चलेगा, उस दिन गांधी जी का उपवास तो नहीं रहेगा, उनके साथ कितने लोग आएंगे और वे क्या क्या खाएंगे, गांधी जी को नाश्ते में क्या खाना पसंद है, उसे पकाने के लिए रसोई कहाँ से बुलवाए जाएंगे और सामग्री कहाँ से मंगवाई जाएगी, वगैरह वगैरह. ശ്രീമതി മൗണ്ട്ബാറ്റൻ ने इसका सारा सिम्मा खुद ले लिया. വളരെ വിശദമായിട്ട് ഗാന്ധിജിയെ ഈ ഒരു ഭക്ഷണത്തിന് വിളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണ് മൗണ്ട്ബാറ്റൻ കുടുംബം ഗാന്ധിജിയെ ഭക്ഷണത്തിന് വിളിക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്തതെന്ന കാര്യമാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത്. അബ് വൈസ്രോയി ഭവൻ മേം ഇസ് ചായ പാർട്ടിക്ക് തയ്യാറിയാം ശുരു ഹോ ഗയി. അങ്ങനെ വൈസ്രോയി ഭവനത്തിൽ ഈ ചായ സൽക്കാരത്തിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. ഗാന്ധിജി ചായ പിയേങ്കയാ ദൂത്. കുറേയധികം ചോദ്യങ്ങൾ അപ്പോൾ അവരുടെ മുമ്പിലേക്ക് വന്നു. ഗാന്ധിജി ചായ കുടിക്കുമോ അതോ പാല് തന്നെയാണോ കുടിക്കുന്നത്? വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി. അദ്ദേഹം സസ്യഭുക്കാണോ അതോ മാംസഭുക്കാണോ? കുർസി മേസ് പർ ബൈഠ്കർ നാസ്ത കരേങ്കെ യാ ഫർശ് പർ ബൈഠ്കർ. കസേരയിലും മേശയിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ അതോ തറയിലേ അദ്ദേഹം ഇരിക്കത്തുള്ളോ? രസോയിയൊക്കെ ബ്രാഹ്മൺ ഹോനാ സരൂരി ഹേ. ഇനി ഭക്ഷണം തയ്യാറാക്കുന്ന ആൾക്കാർ ബ്രാഹ്മണന്മാരാകണമെന്ന് നിർബന്ധമുണ്ടോ? യാ കോയി ഫി ചലേക. അല്ലെങ്കിൽ ആരെങ്കിലും തയ്യാറാക്കിയാൽ മതിയാവുമോ? ഉസ് ദിൻ ഗാന്ധിജിക്ക് ഉപവാസത്തോ നഹി രഹേക. ചായ സൽക്കാരത്തിന് വിളിച്ച ആ ദിവസം ഗാന്ധിജി ഉപവാസത്തിലൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയെങ്കെ. അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര പേര് വരും? അവർ വേ ക്യാ കായെങ്കെ. അദ്ദേഹവും കൂടെ വരുന്നവരും എന്താണ് ഭക്ഷിക്കാൻ താല്പര്യപ്പെടുന്നത്? ഗാന്ധിജിക്കോ നാസ്തേ മേ ക്യാ ഖാന പസന്ത് ഹേ. ഗാന്ധിജിക്ക് പ്രഭാത ഭക്ഷണത്തിന് എന്ത് കഴിക്കാനാണ് താല്പര്യം, എന്ത് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം, ഇഷ്ടം? ഉസേ പകാനേക്ക് ലീ രസോയിയെ കഹാം സെ ബുൽവായ ജായെങ്കെ. ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നയാളെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരും? അവർ സാമഗ്രി കഹാം സെ മങ്കുവായി ജായകി. ഇനി ഈ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ട സാധന സാമഗ്രികളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും? മങ്കുവാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്. വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനാണ് മങ്കുവാന. വകൈര വകൈര. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ വൈസ്രോയി ഭവനിലുള്ളവരെ അലട്ടി. ശ്രീമതി മൗണ്ട്ബാറ്റനെ ഇസ്ക സാരാ സിമ ഖുദ് ലേലിയ. ശ്രീമതി മൗണ്ട്ബാറ്റൻ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുകയാണ്. സാരാ സിമ്മ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്നാണ്. गर्मियों के दिन थे. जिस कमरे में गांधी जी को बिठाना था उसे 1 घंटा पहले से रूम कूलर चलाकर पूरी तरह ठंडा कर लिया गया. उस ज़माने में पूरे हिंदुस्तान में एक ही रूम कूलर था. मकसद तो गांधी जी को आराम देना ही था, लेकिन बस यहीं से गड़बड़ शुरू हो गई. ഇനി എന്താണ് അന്നേ ദിവസം സംഭവിച്ചത്? ഗർമിയോങ്കെ ദിൻ ഥേ. അതൊരു വേനൽക്കാല ദിവസമായിരുന്നു. ജിസ് കമരമേ ഗാന്ധിജിക്കോ ബിഠാനാത്ത ഉസെ 1 घंटा പഹലെ സെ റൂം കൂളർ ചലാക്കർ പൂരി തരഹ് ठंडा कर लिया. അതുകൊണ്ട് തന്നെ ഏത് മുറിയിലാണോ ഗാന്ധിജിയെ ഇരുത്തേണ്ടിയിരുന്നത് ആ മുറി എന്ത് ചെയ്തു? പഹലെ സെ റൂം കൂളർ ചലാക്കർ പൂരി തരഹ് ठंडा कर लिया था. ആദ്യം തന്നെ റൂം കൂളർ ഉപയോഗിച്ച് ആ മുറി നല്ലതുപോലെ തണുപ്പിച്ചു. ഉസ് സമാനമേ പൂരെ ഹിന്ദുസ്ഥാൻ മേ ഏക ഹി റൂം കൂളർ ഥ. ആ കാലഘട്ടത്തിൽ ഭാരതം മുഴുവൻ തപ്പി നടന്നാൽ ഒരേ ഒരു റൂം കൂളറേ ഉള്ളൂ. അത് ആരുടെ വീട്ടിലാണ്? ബ്രിട്ടീഷ് വൈസ്രോയുടെ വീട്ടിലുള്ള റൂം കൂളർ. മക്സദ് തോ ഗാന്ധിജിക്കോ ആരാം ദേനാ ഹി ഥ. ഇങ്ങനെ റൂം കൂളർ ഉപയോഗിച്ച് റൂമൊക്കെ തണുപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? ഗാന്ധിജിക്കോ ആരാം ദേനാ ഹി ഥ. ഗാന്ധിജി ഒരു നേതാവാണല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഒരു സുഖം കൊടുക്കുക, വിശ്രമം കൊടുക്കുക എന്നാണ് ഉദ്ദേശം. ലേക്കിൻ ബസ് യഹീം സെ ഗഡ്ബഡ് ശുരു ഹോയി. പക്ഷേ മൗണ്ട്ബാറ്റൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തിൽ തന്നെ ഗഡ്ബഡ് ശുരു ഹോയി, പ്രശ്നങ്ങൾ ആരംഭിച്ചു. गांधी जी अपनी धोती से अच्छी तरह बदन लपेटकर उस कमरे में अपनी कुर्सी पर सिकुड़ सिमट कर बैठ गए और खून मनाने लगे. लॉर्ड माउंटबेटन उनसे बड़ी बड़ी राजनीति की बातें कर रहे थे और गांधी जी बड़े अनमनेपन से हाम हुम किए जा रहे थे. आखिर माउंटबेटन ने पूछा कि क्या बात है? गांधी जी बोले, इस कूलर को प्लीज़ बंद कर दीजिए, मुझे सर्दी लग रही है. എന്താണ് സംഭവിച്ചത്? ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेट कर उस कमरे में अपनी कुर्सी पर सिकुड़ सिमट कर बैठ गए.
ഗാന്ധിജി ആ മുറിയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? അപ്നി ധോത്തീസെ, തൻ്റെ മേൽമുണ്ടുകൊണ്ട് അച്ചി തരഹ് ബദൻ ലപ്പേട്കർ, നന്നായിട്ട് ശരീരം പൊതിഞ്ഞു. ഉസ് കമരമേ അപ്പനി കുർസി പർ സിക്കുഡ് സിമട്കർ ബൈറ്റ് ഗയെ, എന്നിട്ട് അദ്ദേഹത്തിന് അനുവദിച്ച ആ കസേരയിൽ കൂനിക്കൂടിയിരിക്കുക. അതായത് ഒതുങ്ങി തണുപ്പ് സഹിക്കാൻ വയ്യാത്തതുപോലെ കൂനിക്കൂടിയിരിക്കുകയാണ്. അവർ കുൻമുനാനെ ലഗെ എന്ന് തന്നെയല്ല, ഒരു നേരിയ വിരോധം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ഇരിപ്പ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൊണ്ട് ഒരു വിരോധമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ലോർഡ് മൗണ്ട് ബാറ്റൻ ഉൻസെ ബെടി ബെടി രാജനീതിക്ക് ബാത്തേം കർ രഹേത്തെ. മൗണ്ട് ബാറ്റൻ പ്രഭുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അവർ ഗാന്ധിജി ബെടെ അൻമനേപ്പൻസെ ഹാം ഹൂം കിയെ ജാരഹേത്തെ. ഗാന്ധിജി ആണെങ്കിലോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, വളരെ ഉദാസീനതയോടുകൂടി ഹാ ഹൂ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആഖിർ മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത്ത് ഹേ. അവസാനം മൗണ്ട് ബാറ്റന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് അല്ലേ. അതായത് ബ്രിട്ടീഷ് വൈസ്രോയുടെ അടുത്ത് വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ ചെല്ലുകയും ഇരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഗാന്ധിജി അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഉദാസീനതയോടെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് സംഭവം? ഗാന്ധിജി പോലെ ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയെ, മുझे സർദി ലഗ് രഹി ഹേ. ഗാന്ധിജി പറഞ്ഞു, ഈ കൂളർ ദയവായി അങ്ങ് ഓഫ് ചെയ്യുക, എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. इस तरह अपनी शान दिखाने का पहला मौका वाइसरॉय से छीन गया. खैर बातें होती रही, लेकिन गांधी जी ने कोई खास रुचि नहीं ली. ഇങ്ങനെ തൻ്റെ ആ പ്രതാപം കാണിക്കാനുള്ള ആദ്യത്തെ അവസരം തന്നെ വൈസ്രോയിൽ നിന്ന് ഗാന്ധിജി തട്ടിയെടുത്തു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വൈസ്രോയിൽ നിന്നുള്ള പ്രതാപം കാണിക്കാനുള്ള അദ്ദേഹത്തിന് ആദ്യത്തെ അവസരമായിരുന്നു അതല്ലേ. അപ്പം ഗാന്ധിജി അത് തട്ടിയെടുത്തു. ലേക്കിൻ ഗാന്ധിജിനെ കോയി ഖാസ് രുചി നഹി ലഗി. ഖൈർ ബാത്തേം ഹോത്തി രഹി, ലേക്കിൻ ഗാന്ധിജിനെ കോയി ഖാസ് രുചി നഹി ലി. എന്നാലും അദ്ദേഹം വീണ്ടും ചർച്ചകളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു, സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഗാന്ധിജി ഒന്നിലും ഒരു പ്രത്യേക താല്പര്യം കാണിച്ചില്ല. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത്ത് ഹേ. ഗാന്ധിജി ബോലെ മേ ആ രഹാ താ तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली. वो बहुत पुरानी घड़ी थी और मुझे बहुत प्यारी थी. मैं उसे यहाँ इस तरह अपनी धोती में कमर से टांग के रखता था और जब चाहे निकाल कर टाइम देखा लेता था. मैं रोज सोने से पहले नियम से उसमें चाबी भरता था. पता नहीं कौन उड़ा ले गया और क्यों. और गांधी अफसोस में डूब गया. അപ്പോൾ ആദ്യം ഗാന്ധിജി ഇങ്ങനെ വളരെ വിഷമിച്ച് ചുരുണ്ടുകൂടി കസേരയിലിരിക്കുന്നതാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. അദ്ദേഹം പറഞ്ഞു, കൂളർ ദയവായി ഓഫ് ചെയ്യുക, എനിക്ക് നടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കൂളർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗാന്ധിജി പിന്നെയും ഉദാസീനമായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പം മൗണ്ട് ബാറ്റൻ വീണ്ടും തുടരുകയാണ്. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത്ത് ഹേ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് അങ്ങിങ്ങനെ ഉദാസീനനായിട്ട് ഇരിക്കുന്നത്. ഗാന്ധിജി മറുപടി പറയാണ്, മേ ആരഹാത്താത്തോ രാസ്തേ മേ റെയിൽഗാഡി മേ കിസിനെ മേരി ഘടി ചുരാലി. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയിൽ വെച്ച് ആരോ ട്രെയിനിൽ വെച്ച് എൻ്റെ വാച്ച് മോഷ്ടിച്ചു. ഓ ബഹുത് പുരാനി ഘടി തീ. അതൊരു വളരെ പഴയ വാച്ചായിരുന്നു. ഓർ മുച്ചെ ബഹുത് പ്യാരി തീ. വളരെ പഴയതാണല്ലോ, എനിക്കത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. മേ ഉസെ യഹാം ഇസ്തർ അപ്നി ധോത്തി മേം കമർ സെ ടാങ്കെ രക്ത ഥ. ഞാനത് എൻ്റെ മുണ്ടിനോട് ചേർത്ത് അരക്കെട്ടിലിങ്ങനെ തൂക്കിയിടുകയാണ് പതിവ് ആയിരുന്നത്. ടാങ്കിനെന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്നാണ്. അതായത് അരയിൽ ബെൽറ്റ് പോലെ എന്തോ സാധനം കെട്ടിയിട്ടുണ്ട്, ആ ബെൽറ്റിൽ തൂക്കിയിട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. ജബ് ചാഹെ നികാൽക്കർ ടൈം ദേഖ് ലേത്താ ഥ. എപ്പോഴാണോ എനിക്ക് ആഗ്രഹം തോന്നുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇത് പുറത്തെടുത്ത് സമയം നോക്കുമായിരുന്നു. മേം രജു സോനേസെ പകലെ നിയം സെ ഉനേം ചാബി ഭർത്താത്ത. ഞാൻ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് പതിവായി അതിന് കീ കൊടുക്കുമായിരുന്നു. പണ്ടൊക്കെ വാച്ചിന് ബാറ്ററി അല്ല, കീ കൊടുക്കുക എന്നാണ് പറയുന്നത്. കീ കൊടുക്കുന്ന വാച്ച് ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എല്ലാ വാച്ചുകൾക്കും ബാറ്ററി അല്ലേ. അപ്പോൾ അങ്ങനെ കീ കൊടുക്കുന്ന വാച്ചായിരുന്നു അത്. പതാനഹിയും കോൻ ഉടാലേഖയ. അറിയില്ല ആരാണത് എടുത്തുകൊണ്ട് പോയതെന്ന്. അവർക്കും ഗാന്ധിജി അഫ്സോസ്മെൻ്റ് ഡൂബുകയെ. എന്തിനു വേണ്ടിയാണ് ഇത്രയും പഴയ വാച്ച് എടുത്തുകൊണ്ട് പോയെന്നും അറിയില്ല. ഇത് പറഞ്ഞിട്ട് ഗാന്ധിജി വളരെ ദുഃഖത്തിൽ മുങ്ങിപ്പോയതായിട്ട് അവിടെ ഇരുന്നു. വളരെ ദുഃഖത്തിൽ മുങ്ങിപ്പോയി. वाइसरॉय ने भी अफसोस जाहिर किया, लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए एक आदमी वाइसरॉय की दावत जैसे ज़िंदगी से सबसे शानदार मौका का मसा किरकिरा क्यों कर रहा है. क्या इसे एक नई घड़ी दिला दूँ, लेकिन एक मानेगा थोड़ी. यह तो यही कहेगा कि मुझे अपनी वही पुरानी घड़ी चाहिए. ഗാന്ധിജി ദുഃഖത്തിലാണ്ടു. വൈസ്രോയി അദ്ദേഹത്തിൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. വൈസ്രോയി നേഫി അഫ്സോസ് ജാഹിർ കിയ. ദുഃഖം പ്രകടിപ്പിച്ചു.
ലേക്കിൻ ഉനെ സമജ് में नहीं आया. പക്ഷേ അദ്ദേഹം ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എന്താണ് മനസ്സിലാകാത്തത്? एक छोटी सी पुरानी घड़ी के लिए एक आदमी वाइसरॉय की दावत जैसे जिंदगी के सबसे शानदार मौके का मजा किरकिरा क्यों कर रहा है. ഇത്രയും ചെറിയ പഴയ ഒരു വാച്ചിന് വേണ്ടിയിട്ട് വൈസ്രോയുടെ സദ്യ പോലെയുള്ള ഇത്രയും ഭവ്യമായ ഈ അവസരത്തെ എന്തിനാണ് ഈ മനുഷ്യൻ, ആ അവസരത്തിൻ്റെ ആനന്ദം ഈ മനുഷ്യൻ എന്തിനാണ് നശിപ്പിക്കുന്നത്? വൈസ്രോയ്ക്ക് ദാവത്, വൈസ്രോയുടെ സദ്യ, ജൈസെ സിന്ദഗിക്ക് സബ്സെ ശാൻദാർ മൗക്ക, എല്ലാവർക്കും ഒന്നും കിട്ടുന്ന അവസരമല്ല ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ അത് ജീവിതത്തിലെ വളരെ ഭവ്യമായ വളരെ നല്ലൊരു അവസരമാണ്. ഗാന്ധിജി എന്താ ചെയ്യുന്നത്? ഒരു നിസ്സാര വാച്ചിന് വേണ്ടി മൗക്കേക്ക മസ കിർക്കിരാ ക്യോം കർ രഹാ ഹെ, ആ അവസരത്തിൻ്റെ ആനന്ദം നശിപ്പിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വൈസ്രോയ്ക്ക് മനസ്സിലാകുന്നില്ല. ക്യായിസ ഏക്ക് നൈ കടിയില്ലാതോ, ഇടയ്ക്ക് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇയാൾക്കൊരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലോ. ലേക്കിനേഹം ആനേകാത്തോടി. പക്ഷേ വൈസ്രോയ്ക്ക് തന്നെ ഗാന്ധിജിയെക്കുറിച്ച് കേട്ട അറിവുണ്ടല്ലേ, അതുകൊണ്ട് വൈസ്രോയ്ക്ക് അറിയാം അദ്ദേഹം അത് അംഗീകരിക്കില്ല. യഹ്തോ യഹി കഹേകാക്കി മുച്ചെ അപ്നി വഹി പുരാനി ഖടിച്ചാകിയെ, കൊടുത്താൽ തന്നെ ഇദ്ദേഹം പറയും, എന്താണ്, എനിക്ക് എൻ്റെ പഴയ വാച്ച് തന്നെ മതി എന്ന് അദ്ദേഹം പറയും. ഖൈർ ജബ് നാസ്തേക്ക് ബാരി ആയിത്തോ ഗാന്ധിജി ഫോലേപ്പൻസെ പോലെ. ഏതായാലും കാര്യമൊക്കെ കഴിഞ്ഞു, ഭക്ഷണത്തിൻ്റെ സമയമായി. പ്രഭാത ഭക്ഷണമാണ് നാസ്ത കേട്ടോ. അപ്പം പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായി. ഗാന്ധിജിക്ക് വേണ്ടി വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് വൈസ്രോയി, അല്ലേ? പക്ഷേ ഗാന്ധിജി എന്താ പറയുന്നതൊക്കെ ഭോലേപ്പൻസെ പോലെ വളരെ നിഷ്കളങ്കമായിട്ട് സംസാരിച്ചു. ആപ് ലോഗ് ലീജിയെ മേൻ തോ അപ്നാ നാസ്ത സാത്ത് ലായാഹും, നിങ്ങളെല്ലാവരും കഴിച്ചാലും ഞാൻ എനിക്കുള്ള പ്രഭാത ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്നാ നാസ്ത സാത്ത് ലായാഹും, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. सोचो कितने लोगों में इतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूँ. ഒന്ന് ചിന്തിക്കൂ, എത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ധൈര്യം കാണും? കിത്തനെ ലോകോമേ ഇത്തനി ഹിമ്മത്ത് ഹോഗി, ഹിമ്മത്ത് ധൈര്യമാണ് കേട്ടോ. രാജ നാസ്തേ പർ ബുലായെ, അതായത് രാജാവിൻ്റെ സ്ഥാനത്താണ് വൈസ്രോയി, അല്ലേ? ഇന്ത്യയിൽ ബ്രിട്ടീഷിൻ്റെ ഭരണാധികാരികളിലെ ഏറ്റവും സ്ഥാനം കൂടിയ ആളാണ് വൈസ്രോയി എന്ന് പറയുന്നത്. രാജാവിൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ. രാജ നാസ്തേ പർ ബുലായെ, രാജാവ് നിങ്ങളെ ഒരു പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അവർ വേ കഹുദേ, അപ്പോൾ പറയുന്നു ആപ് ലീജിയെ മേൻ തോ അപ്നാ നാസ്ത സാത്ത് ലായാഹും, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എനിക്കുള്ള ഭക്ഷണം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? തभी गांधी के साथ गई उनकी सहयोगी ने खादी के एक पुराने से थैले में से एक छोटा सा डिब्बा और एक चम्मच निकाल कर गांधी जी के सामने रख दिया. डिब्बे में बकरी के दूध से बना दही था और चम्मच हालांकि टूटा हुआ था, लेकिन उसके टूटे हत्थे पर लकड़ी की कपची धागे से बांध दी गई थी. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാം. തഫി ഗാന്ധിജിക്ക് സാത്ത് ഗയി ഉൻകി സഹയോഗിനെ, ചർച്ചയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ആരാണോ കൂടെ പോയ ഒരു സെർവൻ്റ് എന്ന് പറയേണ്ട, അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായകൻ അല്ലെങ്കിൽ സഹായിക എന്ത് ചെയ്തു? ഖാദി കേക്ക് പുരാനേസെ ധൈലേമേ, ഒരു സഞ്ചി എടുത്തു. ആ സഞ്ചി എന്തുകൊണ്ടുണ്ടാക്കിയ സഞ്ചിയാണ്? ഖാദി കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി. ആ സഞ്ചിയിൽ നിന്ന് എന്താ വെളിയിലേക്ക് എടുക്കുന്നത്? एक छोटा सा डिब्बा, ഒരു ചെറിയ ടിന്ന് എടുക്കുകയാണ്. അവർ एक ചമ്മച്ച്, അതിൻ്റെ കൂടെ ഒരു സ്പൂണും എടുക്കുന്നു. ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ, അത് രണ്ടും ഗാന്ധിജിയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് ഒരു ചെറിയ ചോറ്റുപാത്രവും ഒരു സ്പൂണും കൂടെ എടുത്ത് ഗാന്ധിജിയുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. ഡിബ്ബേ മേ ബക്കരിക്ക് ദൂത്ത് സെ ബനാ ദഹി ഥ, ആ ടിന്നിൻ്റെ അകത്തുണ്ടായിരുന്ന എന്താണ്? ആട്ടിൻപാല് കൊണ്ട് ഉണ്ടാക്കിയ ദഹി, തൈരാണ് ഉണ്ടായിരുന്നത്. അവർ ചമ്മച്ച് ഹലാങ്കി ടൂട്ടാ ഹുവാ ഥ, അതിൻ്റെ കൂടെ വെച്ചിരുന്ന സ്പൂണാണെങ്കിലോ അത് ഏകദേശം പൊട്ടിയതുപോലെ ഒരെണ്ണമായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹൽത്തെ പർ ലക്കടിക്ക് കപ്പച്ചി ധാഗേസെ ബാന്ത് ദീ ഗയി ഥി, പക്ഷേ അതിൻ്റെ പൊട്ടി ആ കൈപ്പിടിയില്ല. ടൂട്ടെ ഹൽത്തെ പർ, ഹൽത്ത എന്ന് പറഞ്ഞാൽ കൈപ്പിടി എന്നാണ്. ടൂട്ടെ ഹത്തേ പർ ലക്കടിക്ക് കപ്പച്ചി ധാഗേസെ ബാന്ത് ദീ ഗയി ഥി, ഒരു ചെറിയ കമ്പ് ചരടുകൊണ്ട് കെട്ടിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്പൂണിൻ്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ പൊട്ടിയ കൈ വിട്ടുപോകാതിരിക്കാനായിട്ട് അതിലൊരു കമ്പ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ചരടുകൊണ്ട്, നൂലുകൊണ്ട്, ചാക്കുനൂലുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ചാക്കുനൂലുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ഒരു കമ്പ് സ്പൂണിൻ്റെ കൈപ്പിടിക്ക് പകരം. ലക്കടിക്ക് കപ്പച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പ് എന്നാണ് കേട്ടോ. ഇനി ചോദ്യം, मैं तो अपना नाश्ता साथ लाया हूँ, यहाँ गांधी के स्वभाव की कौन सी विशेषता व्यक्त होती है? ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗാന്ധിജിയുടെ സ്വഭാവത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് മനസ്സിലാകുന്നത്? എന്ത് പ്രത്യേകതയാണ്? അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ലളിതമായ ഭക്ഷണം കഴിക്കാനേ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുപോലെ
എന്താണ്, അദ്ദേഹത്തിന് സ്വന്തം ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം, മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് സ്വഭാവമാണ് നമുക്കവിടുന്ന് മനസ്സിലാകുന്നത്. വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ और उनके पत्नी गांधी को देखते रह गए. ലോർഡ് മൗണ്ട് ബാറ്റൺ വൈസ്രോയും അദ്ദേഹത്തിൻ്റെ പത്നിയും ഗാന്ധിജിയെ നോക്കിയിരുന്നു. അത്ഭുതത്തോടുകൂടി ഗാന്ധിജിയെ വീക്ഷിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നത്. आज सोचते हैं तो लगता है गांधी जी के इस व्यवहार के पीछे भी कई बातें छिपी हुई है. രാജനീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. അദ്ദേഹം പറയുകയാണ്, ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ്? ഗാന്ധിജിക്ക് ഈ വ്യവഹാർക്കെ പീछे भी कई बातें छिपी हुई थी. ഗാന്ധിജി മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പെരുമാറിയതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനോടുള്ള അനാദരവൊന്നുമല്ല, പക്ഷേ ആ പെരുമാറ്റത്തിന് പിന്നിൽ കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? രാജനീതിമേം അക്സർ കുച്ച് ബാത്തേം ബഗൈർ കഹേ ഭി കഹ് ദി ജാത്തി ഹെ. പൊളിറ്റിക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാതെ വേണമെങ്കിലും പറയാതെ പറയുക എന്ന് പറയല്ലേ, അതാണ് ഗാന്ധിജി അവിടെ നടത്തിയത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വിരോധം, ബ്രിട്ടീഷുകാരോടുള്ള വിരോധം പറഞ്ഞിട്ടില്ല, പക്ഷേ അതവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അതാണ് പറയാതെ പറയുന്നത്. रूम कूलर बंद करवाने का सीधा मतलब नए वाइसरॉय को एक संदेश देना था कि ठंडे कमरों में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकेगी. हमसे बात करनी है तो बाहर धूप में और खुले मैदान में आवो. റൂം കൂളർ ഓഫ് ചെയ്യിച്ചു അദ്ദേഹം അല്ലേ. അതിൻ്റെ കാര്യം എന്താണ്? റൂം കൂളർ ബന്ദ് കർവാനേക്ക സീധ മതലം. റൂം കൂളർ ഓഫ് ചെയ്യിച്ചു, അതിൻ്റെ കൃത്യമായ നേരെയുള്ള അർത്ഥം നോക്കിയാൽ ഇതാണ് ആ അർത്ഥം. എന്താണ്? വൈസ്രോയ്ക്കോ ഏക സന്ദേശ് ദേനാഥ. വൈസ്രോയ്ക്ക് ഈ സന്ദേശം കൊടുക്കാനായിട്ടാണ് റൂം കൂളർ ഓഫ് ചെയ്യിച്ചത് വഴി ഗാന്ധിജി ഉദ്ദേശിച്ചത്. എന്ത് സന്ദേശമാണ്? ടണ്ടേ കമരോമേം ബൈഡ്കർ ഹിന്ദുസ്ഥാൻ ബർ ഹുക്കുമത് നഹീം കി ജാ സകേഗി. AC റൂമുകളിലിരുന്ന് ഭാരതത്തെ ഭരിക്കാനായിട്ട് പറ്റില്ല, ഭാരതത്തിനോട് ആജ്ഞാപിക്കാനായിട്ട് പറ്റില്ല. ഹംസെ ബാത് കർണി ഹെ തോ ബാഹർ ധൂപുമേം ഓർ ഖുലേ മൈതാൻ മേ ആവോ. ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ പുറത്ത് വെയിലുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തുറന്ന മൈതാനത്തേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ. ഈ സന്ദേശമാണ് കൊടുത്തത്. ഖടി ഖോനെ കി ബാത് കോ ഇത്തനാ ബഡാ ചടാക്കർ കഹനെ കാ ആശയ യഹ് ജതാനാ था कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना टोल पीटते हो और गुण गाते हो उसमें मेरी खड़ी तक सुरक्षित नहीं है. ഇനി ഒരു വാച്ച് പോയ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലേ. വാച്ച് പോയ കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഗാന്ധിജി ഇത്രയധികം വിഷമിക്കുന്നതായിട്ട് അവിടെ കാണിച്ചത്? വാച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടില്ലേ അല്ലേ. പുതിയ വാച്ച് എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന് ഒരു പക്ഷേ ആര് വേണേലും വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് അത്ര തീവ്രമായിട്ട് പറഞ്ഞത്? ഖടി ഖോനേക്ക് ബാത്തുക്കോ ഇത്തന ബഡാ ചടാക്കർ കഹനേക്ക ആശയം. വാച്ച് നഷ്ടപ്പെട്ട കാര്യം ഇത്ര അധികം വളരെ വിശദീകരിച്ച് പറഞ്ഞതിൻ്റെ ആശയം യഹ് ജതാനാഥ. ഈ കാര്യം പറയാതെ പറയുകയാണ്. ജതാന എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. ഏത് കാര്യമാണ്? कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना टोल पीटते हो. ഏത് ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചാണോ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ കുട്ടിഘോഷിക്കുന്നത്? അവർ ഗുൺ ഗാത്തേ ഹോ. ഏത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഗുണമാണോ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ പാടിക്കൊണ്ടിരിക്കുന്നത്? ഉസ്മെ മേരി ഖടി തക് സുരക്ഷിത നഹി ഹെ. ആ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ എൻ്റെ ഒരു വാച്ച് പോലും സുരക്ഷിതമല്ല. ഈ സന്ദേശമാണ് ഗാന്ധിജി കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. और इसका असर क्या हुआ? अगले दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी जी और वाइसरॉय में क्या बात हुई. लेकिन यह खबर बड़े बड़े अक्षरों में थी कि गांधी जी की प्रिय घड़ी चोरी चली गई. हालांकि कुछ रोज बाद चोर ने सबरमती आश्रम जाकर गांधी जी को उनकी घड़ी लौटा भी दी. ഈ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം എന്താണ് ഉണ്ടായത്? അവർ ഇസ്ക അസർ ക്യാ ഹുവ. ഇതിൻ്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. എന്താണ് ഇതിൻ്റെ സ്വാധീനം? ഇതിൻ്റെ പ്രഭാവം എങ്ങനെയായിരുന്നു? अगले दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि ഗാന്ധിജി और വൈസ്രോയ് में क्या बात हुई है. അടുത്ത ദിവസത്തെ പത്രങ്ങളിലൊന്നും ഗാന്ധിജിയും വൈസ്രോയും തമ്മിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നതിനെക്കുറിച്ച് വാർത്തയൊന്നും വന്നില്ല. ലേക്കിൻ എഹ് ഖബർ ബഡേ ബഡേ അക്ഷരോമേൻ ഥി. പക്ഷേ വേറൊരു വാർത്ത വലിയ അക്ഷരങ്ങളിലുണ്ടായിരുന്നു. എന്താണ്? ഗാന്ധിജിക്ക് പ്രിയ ഖടി ചോരി ചലി ഗയി. ഗാന്ധിജിയുടെ പ്രിയ വാച്ച് മോഷണം പോയി. ഈ വാർത്ത വലിയ അക്ഷരങ്ങളിൽ ഉണ്ടായിരുന്നു. हालांकि कुछ रोज बाद चोर ने सबरमती आश्रम जाकर गांधी जी को उनकी खड़ी लौटा दी. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മോഷ്ടാവ് സബർമതി ആശ്രമത്തിലേക്ക് വന്ന് ഗാന്ധിജിക്ക് ആ വാച്ച് തിരികെ കൊടുക്കുകയും ചെയ്തു. और अपना नाश्ता यानी माल ठाल नहीं बकरी का दूध क्योंकि भारत की गरीब जनता को यही उपलब्ध है.
वैसे इसका एक और अर्थ यह भी हो सकता है कि हिंदुस्तान के लोग अपनी मेहनत की खाते हैं जबकि ब्रिटेन जैसे साम्राज्यवादी दूसरों की लूट पर ऐश करते हैं. ഇനി അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പ്രഭാത ഭക്ഷണം കൊണ്ടുപോയി കഴിച്ചതിന് ഉദ്ദേശമുണ്ട്. അത് അറിയാമായിരുന്നല്ലേ, മൺപാറ്റൻ വലിയ സദ്യയൊക്കെ തയ്യാറാക്കുമെന്ന് ഏകദേശം ഒരു ഊഹം ഗാന്ധിജിക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ല ഗാന്ധിജി ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? അവർ അപ്ന നാസ്ത യാനി മാൽട്ടാൽ നഹീം, എൻ്റെ ഭക്ഷണം, എൻ്റെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് വലിയ സദ്യയൊന്നുമല്ല, ബക്കറിക്ക് അത് വെറും ആട്ടിൻപാലാണ്. ക്യോങ്കി ഭാരത് കി ഗരീബ് ജനത കോ യഹി ഉപലബ്ധ് ഹേ, അതിൻ്റെ കാരണം എന്താണ്? ഭാരതത്തിലെ ദരിദ്രരായ ജനങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാരതത്തിലുള്ളവർ എന്താണോ കഴിക്കുന്നത് അതേ താനും കഴിക്കുന്നുള്ളൂ എന്ന ഒരു ദൃഢനിശ്ചയം വൈസ്രോയുടെ മുമ്പിൽ ഗാന്ധിജി കാണിക്കുകയാണ്. വൈസ ഇസ്ക ഏക്കോരർത്ഥ ഹി ഹോ സക്താ ഹെ, അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. അതിങ്ങനെയാണ്. എന്താണ്? ഹിന്ദുസ്ഥാനിലെ ലോക അപ്നി മേഹനത്ത് കി ഖാത്തേ ഹെ, ഹിന്ദുസ്ഥാനിലെ ലോക്, ഭാരതത്തിലെ ലോക് തങ്ങളുടെ അധ്വാന ഫലം മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ജബ്കി ബ്രിട്ടൻ ജൈസെ സാമ്രാജ്യവാദി ദൂസറോങ്കി ലൂട്ട് പർ ഐസ് കർത്തേ ഹെ, ബ്രിട്ടൻ പോലെയുള്ള സാമ്രാജ്യവാദികളായ ആൾക്കാർ മറ്റുള്ളവരുടെ മുതൽ കൊള്ളയടിച്ച് സുഖലോലുപതയിൽ മുഴുകുന്നു. എന്നാൽ ഭാരതീയർ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ഈ ഒരു സന്ദേശം കൊടുക്കാനും കൂടെയാണ് ഗാന്ധിജി വൈസ്രോയുടെ ഭക്ഷണം നിഷേധിച്ചത്. ഗാന്ധിജി का एक मज़ेदार किस्सा मैंने लेपियर और कोलिन की पुस्तक ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് में पढ़ा है. ഗാന്ധിജിയുടെ ഈ കഥ, രസകരമായ ഈ കഥ ഞാൻ ലേപ്പിയർ ഔർ കോളിൻ എന്ന് പറയുന്ന ആൾക്കാരെഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. അച്ചി കിതാബ് ഹേ, അത് വളരെ നല്ലൊരു പുസ്തകമാണ്. കഹി മിലേത്തോ സെരൂർ പഠന, അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. നമ്മുടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകമുണ്ട്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വളരെ നല്ലൊരു പുസ്തകമാണ്, ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ. തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കുക. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ. हर दिन नए सपने हम संग